നമ്മള് കൊച്ചിയിലെത്തി. ആവശ്യത്തിൽ കൂടുതൽ രാത്രി മൊത്തം നടന്ന് ഒരു ഫുഡ് കഴിക്കാൻ വേണ്ടി ഒരു 3 കിലോമീറ്റർ 4 കിലോമീറ്റർ നടന്ന് അങ്ങോട്ട് പോയി തിരിച്ചിങ്ങോട്ട് വന്ന്. പിന്നെ നമ്മള് റൂം സ്പോൺസർ ചെയ്ത മുസ്താക്ക് ചിരിക്കുന്നു. അപ്പൊ എല്ലാം കഴിഞ്ഞ് റെസ്റ്റ് എടുത്ത് ഇതായിപ്പോ ഇറങ്ങാം. ഇനിയിപ്പം നമ്മളെ ചാമ്പ്യൻ എടുത്തിട്ടുണ്ട് മാറി ടർബോ. അവന് വണ്ടി കിട്ടിയില്ല, അപ്പൊ അവനില്ല. ഇനി നമ്മള് 3 ആള് മാത്രമാണുള്ളത്. എക്സ്പ്ലോർ ചെയ്യാം, മാക്സിമം നടത്താം. പിന്നെ ഇതെന്തായാലും ഈ വീഡിയോ 2-3 കഷ്ണമായിട്ടേ വരുള്ളൂ. ആവശ്യത്തിൽ കൂടുതൽ സ്ഥലങ്ങൾ കാണണമെന്ന് ആഗ്രഹമുണ്ട്. എനർജി ഉണ്ടാവും, നമ്മൾ കാണും. സോ എല്ലാവരും വീഡിയോ ഫുള്ള് കാണുക. സംഭവം മെട്രോ. നമ്മളിപ്പോൾ പോകുന്ന മട്ടാഞ്ചേരി ഫോർട്ട് കൊച്ചി. അപ്പം എല്ലാം അറിയുന്ന മഹാൻ നമ്മളെ കൂടെ ഉണ്ട്. ഇതിനു മുന്നേ മെട്രോയില് ഈ വാട്ടർ മെട്രോ ഞാൻ വന്നിട്ടില്ല. ഇതിനു മുന്നേ ബോട്ടിലിരുന്നേ. വാട്ടർ മെട്രോ ഫസ്റ്റ് ടൈം കേട്ടോ. എക്സ്പീരിയൻസ് ആയിരിക്കും. ഇന്നലെ ഒരു പണിവാളി മറ്റേ സാധനം ഉണ്ടല്ലോ, ഈ ഇത്രയൊക്കെ കുറെ മെട്രോയിലെല്ലാം കയറി, മുംബൈയിലും അവിടെ എല്ലാം കയറി. പക്ഷെ ഇന്നലെ ഒരു പണിവാളി പോയി. ഈ സാധനം വെച്ചിട്ട് സെൻസ് ആവുന്നില്ല, എവിടെ വെക്കണ്ടെന്ന് അറിയില്ല. ആകാശം ആരും കണ്ടില്ല. തിരിഞ്ഞു നോക്കുമ്പോൾ ഇവൻ കണ്ടിട്ട് കാട് വരുമോ സീന്ന്. ഇതെന്താ ചെയ്യണ്ടേ? ഇല്ല നീ ചെയ്തോ, ഞാൻ ഇന്നലെ പണിവാളി ചെയ്താ, അതുകൊണ്ട് വേണ്ട. ഇന്നലെ വെച്ചെടുക്കേണ്ട സ്ഥലം എവിടെയെന്ന് അറിയായിട്ട് പണി കിട്ടി. പൈലറ്റ് അല്ല, പൈലറ്റ് അല്ലല്ലോ, ഇനി എന്താ പറയാ, കപ്പിത്താനാ. ഞാൻ പൈലറ്റ് എന്നല്ലോ. നമ്മളെ ആശാൻ ഹായ് പറയൂ. ഹായ്. അപ്പം നമുക്കിനി ബോട്ടിൽ ഇരുന്നതിന് ശേഷം നോക്കാം. ഫസ്റ്റ് എക്സ്പീരിയൻസാ. ബിനാലെ ഒന്നും കണ്ടില്ല ഇതുവരെ. വലത് കാലം വെച്ച് കയറാം. ബ്രോ നൈസ്, വെരി നൈസ്, വെരി നൈസ്, വെരി നൈസ്, വെരി നൈസ്. എവിടെ ഇരിക്കാൻ, എവിടെയും ഇരി. പൈസ വന്ന് ഫസ്റ്റ് മേടിക്കാൻ എന്താണെന്നറിയാം, മറ്റേ ക്രൂസ് ഷിപ്പില്ലേ, ആ വെള്ളത്തിന്റെ അടക്ക് കിടക്കുന്ന വെള്ള സാധനം, അത് മേടിക്കണം കേട്ടോ. ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയാം, പൈസ കുറെ ഉണ്ടാക്കണം. എന്നിട്ട് ക്രൂസ് ഷിപ്പ് മേടിച്ചിട്ട് ഒരു കടലിന് നടുക്കൊണ്ട് ഇടാം. ബാക്കി തീരുമാനിച്ചോളൂ കടല് ജീവനോടെ വെക്കണോ വേണ്ടെന്നുള്ളത്. രസമുണ്ട്, അത് തണുപ്പുണ്ട്, വലിയ എക്സ്പീരിയൻസാ. വാട്ടർ ലാഗ്, ജെറ്റ് ലാഗ് പോലെ വാട്ടർ ലാഗ് എന്നൊരു സാധനം എന്തെങ്കിലും ഉണ്ടാ? ഈ ആൾക്കാർ നമ്മൾ ഫിലിമിൽ കാണുന്ന പോലെ ഛർദ്ദിക്കുന്നില്ലേ, അത് സംഭവം വാട്ടർ ലാഗ് ആയിരിക്കും. അതിനെന്താ പറയാന്നൊന്നും അറിയില്ല. തുടങ്ങി എത്ര മിനിറ്റ് കൊണ്ട് എത്തും? അരമണിക്കൂറാ? ഗ്രാൻഡ് ഹയാട്ട് ഹോട്ടലിലുണ്ട് കേട്ടോ. ഇതേ അന്നത്തിന്റെ ജീവൻ രക്ഷിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനത്തെ ചേച്ചി എന്തോ പറയുന്നുണ്ട്, പക്ഷെ ഒന്നും മനസ്സിലാവില്ല. യുവർ സേഫ്റ്റി അവർ പ്രയോറിറ്റി. നിനക്കുള്ളതാ ശരിക്കും, നിനക്കുള്ളതാ. ജസ്ലാദ് അന്തങ്ങമ്മയായിരിക്കുന്ന ശാരിക്കും ജസ്ലാദും നല്ല ഉറക്കുറങ്ങി, രണ്ടാളും സെറ്റായിരിക്കുകയാണ്. എന്തുകൊണ്ടും ഇടലാണ് കേട്ടോ. വൈറ്റ് ഷർട്ടൊക്കെ സീൻ. നമ്മള് സീറ്റങ്ങ് മാറിയിടുന്നു. സാധനം റിവേഴ്സാ പോകുന്നത്. ഞാൻ ഇന്നേരം നേരെ ബാക്കിലോട്ടേക്ക് വണ്ടി പോയിക്കൊണ്ടിരുന്നു. ചേച്ചി ഞാൻ പറഞ്ഞ ചേച്ചിയതാ കണ്ടോ. രക്ഷിക്കണം എന്നുണ്ടെങ്കിൽ ഈ സാധനം ഇതല്ലിട്ട ലൈഫ് ജാക്കറ്റ് ഇട്ടായി. ക്രൂസ് ഷിപ്പ് ഇതാ മോനെ. ഈ ഒരു സാധനം മേടിക്കണം എന്ന് ഞാൻ ചേട്ടൻ പറഞ്ഞു. ശരിക്കും പൈലറ്റ് വേണം. എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട്? ഓനിന് മുന്നേ കയറി കൊണ്ടോ എനിക്ക് വലിയ എക്സ്പീരിയൻസ് ഇല്ല. ജസ്ലാദിന്റെ എന്താ പറയാ, വളർന്ന സ്ഥലമാണ് ജസ്ലാദ്. ഇവിടെ ജസ്ലാദിനൊന്നും പറയാനില്ല. ഇഷ്ടപ്പെട്ടു. അന്നെടുക്കണം. ക്യാമറമാന് കുഴപ്പമില്ലല്ലോ. അപ്പം
ദ ക്യാബ്ഡ് കൈന്റെ കൂടെ എങ്ങനത്തെ ക്യാബ്ഡ് കൈ. നമ്മള് റോട്ടില് ബസ് അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്ത് പോകുന്നല്ലേ, വെള്ളത്തിൽ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്ത് പോകുന്നു. എയർപ്ലെയിൻ അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്ത് തന്നെ തീർന്നു. ഇനി ചിക്കാൻ പറ്റുമോ, നടക്കാൻ പറ്റുമോ? നമുക്ക് ആടുന്ന് വീഡിയോ എടുത്തിട്ട് വന്നാലോ? നീ അറിഞ്ഞില്ലല്ലേ ഇൻസ്റ്റാഗ്രാമിൽ എന്റെ മറ്റേ എന്റെ അക്കൗണ്ട് അതിന് പറയാ ഫേക്ക് അക്കൗണ്ട് ഉണ്ട് എന്റെ പേരില്. ഒരു ഫോളോവറേ ഉള്ളു, ആരാന്നും അറിയില്ല. കാണാൻ റിപ്പോർട്ട് അടിക്കുക, അതിന് പ്രൊഫൈലൊന്നും ഇല്ല. അല്ല, കൂളസ്റ്റ് ബാഡ് ബോയ് 4526 സാധനം ഇവിടെ കൊടുക്കാം. അതില് പോസ്റ്റും കാര്യങ്ങളൊന്നുമല്ല, പക്ഷെ എന്റെ പേര് ഞാൻ യൂസ് ചെയ്യുന്ന ID വെച്ചിട്ട് യൂസ് ചെയ്ത് ഓൺ ആക്കിയിട്ടുണ്ട്. ആരോന്നും അറിയില്ല. ഞാൻ 2 പ്രാവശ്യം റിപ്പോർട്ട് അടിച്ചു. എന്ത് ചെയ്യാനാ? ഉമയ ചെപ്പ ചെമ്മ. എന്താ മോനെ ആർമിഷിപ്പ് അപ്പം റീലിനുള്ള കണ്ടന്റ് ജസ്റ്റ് എടുക്കുന്നുണ്ട്, യൂട്യൂബിലേക്കുള്ള കണ്ടന്റ് ശാരീരിക എടുക്കുന്നുണ്ട്. ഞാനിങ്ങനെ ബളബള സംസാരിക്കുകയും ചെയ്യുന്നുണ്ട്. അടുത്ത സാധനം വരുന്ന കാണാൻ മെട്രോ ഇഷ്ടപ്പെട്ടു കേട്ടാ. വാട്ടർ മെട്രോ ആണ് ബെറ്റർ ഐ ഗസ്. മറ്റേനെ കാട്ടി സൂപ്പറാ, നല്ല രസമുണ്ട്. വെള്ളത്തിൽ മറ്റേ ആ വാട്ടർ ലാഗ് അറിയുന്നേ ഇല്ല. നമുക്ക് വേണ്ടിയുള്ള റീൽ കണ്ടന്റ് ഷൂട്ട് ചെയ്യുന്ന നമ്മളെ പുതിയ ക്യാമറമാനെ ജസ്റ്റ് പ്രൊമോഷൻ കിട്ടി. പ്രൊമോഷനാ മെയിൻ കണ്ടന്റ് ഒന്നും ക്യാമറമാനായി, അതാ പ്രൊമോഷൻ എനിക്ക് കിട്ടിയത്. പക്ഷെ ഇപ്പൊ സ്റ്റിൽ മെയിൻ കണ്ടന്റ് അവൻ തന്നെ. തണുപ്പ്. പിന്നെയും പറയാണ്, എല്ലാവരും വീഡിയോ ഫുള്ള് കാണുക. ഇത് നമ്മൾ കുറച്ച് ക്ലിപ്പായിട്ട് തന്നെ ഇടുന്നുള്ളൂ, ലാഗ് ആക്കുന്നില്ല. കുറച്ച് ക്ലിപ്പ് ലൈക്ക് നമ്മൾ ഇവിടുന്ന് പോകുന്നത് രാവിലെ ഫുഡ് കഴിച്ചൊന്നും വീഡിയോ ഒന്നും എടുത്തിട്ട് അങ്ങനെ തന്നെ നമുക്ക് വേണ്ട. നമ്മൾ കുറച്ച് ക്ലിപ്പ്. ഇതിപ്പം ഇന്ന് മട്ടാഞ്ചേരി കറങ്ങുന്നുണ്ട്, അത് കഴിഞ്ഞ് ലുലുമാള് പോകുന്നുണ്ട്. അപ്പം ഓരോന്നായിട്ട് ഇടാന്ന് വിചാരിക്കുന്നു. വരും. ഐ ഗസ് എത്തിയിട്ടില്ലല്ലേ? ഞാൻ നിർത്തിയെന്തിനാ? ഇവിടുന്ന് നേരെ പോക്കാൻ തോന്നുന്നു കേട്ടോ. ഇത്ര നേരം ഇങ്ങനെ വന്നിട്ട് ആ ബോട്ടിനെ കാത്തിക്കുന്നേ. ആ ബോട്ട് ക്രോസ് ചെയ്താലേ ഐ ഗസ് നമ്മളിനി പോവുള്ളൂ. ബോട്ടല്ലല്ലേ, ഷിപ്പ്. പുല്ല്. നമ്മൾ നിർത്തി. എടാ ഇത് നേരെ ഇങ്ങനെ കുത്താനുള്ള പ്ലാനാന്ന് തോന്നറാ. മാറി കൊടുക്ക. ആണാക്കി നമ്മള് ജസ്റ്റ് അത് സീൻ തന്നെ കാണിച്ചു കൊടുത്ത മോനെ. ജസ്റ്റ് ടിൻഡിൻ ബെല്ലൈക്കൺ നിൽക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ നിൽക്കുക. ഫ്രെയിം തന്നെ, സീൻ ഫ്രെയിം. മോനെ ക്യാമറമാൻ തിരിച്ചെത്തിയിട്ടുണ്ട്. ഫോട്ടോ കാണിച്ചു കൊടുത്തത്. പോർട്ട് ഹാർബറോ പോർട്ട് എന്താന്ന് വെച്ച് പറയാം. നമ്മളിത് GTA 5 കളിച്ചിട്ടുള്ളൂ ഈ സാധനം. ഞാൻ സ്പീഡ് കൂടി. എടാ ഇങ്ങനെയാണോടാ? വേറെ സാധനം കണ്ടു നീ? ടിൻ പറ. എവർഗ്രീനിലാ മുങ്ങിയത്. എവർഗ്രീൻ ഒടിഞ്ഞ് ഇതായതല്ലേ, ബ്ലോക്ക് ആയതല്ലേ? എനിക്ക് തലയിൽ ഇങ്ങനെ ട്രിപ്പ് ആവുന്നുണ്ട്. ഇത്ര നേരം ഇല്ലേന് സാധനം എത്താനായപ്പോ കറങ്ങുന്നടാ. നമ്മൾ എത്തി കേട്ടോ. ഡ്രിഫ്റ്റ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ഡ്രിഫ്റ്റ് ചെയ്തിട്ടിരിക്കും, ഇങ്ങനെ കറങ്ങി. ഞാൻ ഇരുന്ന് ശരിക്കും പൈലറ്റ് ഇറങ്ങി. ഇനി ഇവിടെ നമ്മള് കയറണ പൈലറ്റ് ഇറങ്ങിപ്പോയി. മോനെ സാധനം കുലുങ്ങുന്നു. എടാ ഇത് ടാസ്കാടാ. കാണിച്ചു കൊടുത്തേ. എന്തായാലും വന്നല്ലേ. ഫോട്ടോ വെച്ച് വാട്ടർ മെട്രോ. അനി അവിടെ എത്തിയിട്ട് നടക്കുമ്പോ ഓണാക്കാം. ഓഫാക്കിയ
അപ്പോൾ നമ്മൾ ഇറങ്ങി നമ്മളെ വാട്ടർ മെട്രോ എക്സ്പീരിയൻസ്, നൈസ് എക്സ്പീരിയൻസ്. താങ്ക് യു ഫോർ ദ എക്സ്പീരിയൻസ്. ഇനി നമുക്ക് നട്ടിച്ച് ചൂടി പോവാം പുറത്തോട്ട്. നമ്മളെ പൈലറ്റ് ഉണ്ട് കേട്ടോ, നമ്മളെ വരാം പൈലറ്റ്. നമ്മള് ഫോർട്ട് കൊച്ചി വാട്ടർ മെട്രോയുടെ സ്റ്റേഷൻ എന്തിനു പറയാം അവിടെ എത്തിയിട്ടുണ്ട്. ഇനി ബാക്കി വിവരങ്ങൾ കണ്ടറിയാം. പെട്ടെന്ന് വരാൻ വീഡിയോയിൽ പിന്നെടുക്കാം. അപ്പം നമ്മൾ ഫോർട്ട് കൊച്ചി തെരുവുകളിലൂടെ എക്സ്പ്ലോറിങ് തുടങ്ങിയിട്ടുണ്ട്. നല്ല ഓപ്പണായി തുടങ്ങിയിട്ടുള്ളൂ. വി ആർ പെർഫെക്റ്റ് ടൈമോ 10 o'clock. I guess we'll get some photos, good photos. Steam boilers of the cranes used in Cochin dried off for 20 years from 1956. സാധനം തോൽപ്പിച്ചേ മജ സാധനം തന്നെ, ചത്തറാക്സ് സാധനം. അത് രസമുണ്ട്. ഇതെടുത്താലോ ഇത് രസമുണ്ടാ രസല്ലേ? കയ്യില് കണ്ണൂരിന്റെ കളക്ഷൻ ഉണ്ട്. എന്നിട്ടാണ് ഈ പറയുന്നത്. ഇതിനെത്ര എത്ര 150യോ എടുക്കാം? ഇപ്പൊ കയ്യിലുണ്ട് കുറവുണ്ട്. പിന്നെ റൈറ്റ് എല്ലാം തന്നെ നമ്മള് വെറുതെ ടൈം വേസ്റ്റ് ചെയ്യണം. അപ്പൊ പോവാ. ബൈ ബ്രോ. കാക്ക എന്തിലെടുക്കുന്നേ? പോർട്രേറ്റ് അല്ലേ അത്? വി ഗോട്ട് പിക്ചേഴ്സ് ഗുഡ്. മറ്റേ സാധനം തുടങ്ങണ്ടേ ഒരു ഫോട്ടോ വെച്ച് വന്നിട്ട്? ഏത് ഫോട്ടോ എടുത്ത് പ്രിന്റ് എടുത്ത് കൊടുക്കുന്നവരടില്ലേ? അങ്ങനെ തുടങ്ങേണ്ടി വരും. നല്ലതല്ലേ? അതാ ഫോട്ടോഗ്രാഫർ. നമ്മൾ പറയുമ്പോൾ ഫോട്ടോഗ്രാഫർ വന്നു കോമ്പറ്റീഷനെ. പക്ഷെ അവരുടെ കയ്യിലുള്ള സോണി ആൽഫ അല്ല നമ്മളെ കയ്യിലുള്ളത് ഇതും. ബട്ട് നമുക്കിത് മതി. ഒരിക്കലും ക്യാമറ അല്ല പിക്ചർ ഡിസൈഡ് ചെയ്യുന്നത്, ക്യാമറമാനാണ് പിക്ചർ ഡിസൈഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിലുള്ള ഡിവൈസ് വെച്ചിട്ട് നമ്മൾ ബെറ്റർ ഫോട്ടോസ് എടുക്കാൻ നോക്കണം. ഓക്കെ, നൈസ് അല്ലേ? ഓക്കെ, താങ്ക്സ്, മതി.